ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2025 വേണ്ടിയുള്ള ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, CGL 24 കഴിഞ്ഞവര് ഫോക്കസ് ബാച്ചിന് എങ്ങനെയുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും അതുപോലെ മിക്സർ ആൻഡ് അലിഗേഷനുമാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള PDF എല്ലാം നിങ്ങൾ ജോയിൻ ചെയ്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഡേ 1 മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ 2 ദിവസത്തെ പരിപാടിയാണ് നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷൻ ക്ലാസ്സുകളെല്ലാം ഏതൊക്കെ കാണണം എന്നുള്ളതെല്ലാം, എങ്ങനെയാണ് ഓരോ ചാപ്റ്ററിന്റെയും ക്ലാസ് യൂട്യൂബിൽ നിന്നും കാണേണ്ടത്, അല്ലെങ്കിൽ പെയ്ഡ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ അവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കാണും. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോക്കസ് ബാച്ചിന് വേണ്ടി ഓരോ ചാപ്റ്ററും, മാത്സിന്റെ ഓരോ ചാപ്റ്ററും എടുത്തിട്ട് അതിലെ ബെസ്റ്റ് ആയിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള പല പല കൺസെപ്റ്റ് വരുന്ന ഒരു ചാപ്റ്ററിൽ തന്നെ പല കൺസെപ്റ്റ് വരുന്ന പല ടൈപ്പിലുള്ള ഒരു 20-25 ക്വസ്റ്റ്യൻ, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിന്റെ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും. അതും അതിന്റെ കൂടെ നിങ്ങളുടെ പിനാക്കൾ, നിങ്ങൾ പ്രീവിയസ് സ്വന്തമായിട്ട് ചെയ്യുന്നതും അതിന്റെ കൂടെ തന്നിരിക്കുന്ന മെറ്റീരിയലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് വേണ്ടി കിട്ടും. അതിന് വേണ്ടിയുള്ളൊരു സീരീസ് ആണ് നമ്മുടെ CGL ഫോക്കസ് ബാച്ച്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ചാനലിൽ തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഓൺലൈൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ക്ലാസ്സിലെടുത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നല്ല രീതിയിൽ പഠിക്കാവുന്നതാണ്. ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നല്ല നല്ല ക്വസ്റ്റ്യൻസ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എല്ലാ SSC എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് എക്സാമുകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്പീഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. ഒരു നോർമൽ സ്പീഡിൽ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഒരിക്കലും ഏറ്റവും ബിഗിനർ ലെവലിലല്ല, ബിഗിനർ ലെവലിൽ ഉള്ളവർക്കല്ല ഇത്. സത്യത്തിൽ ഏറ്റവും ബിഗിനർ ലെവലല്ല, എന്നാൽ ഒരു പഠിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് മാത്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിയാം എന്നുള്ളവർക്ക് മുതൽ ഹൈ ലെവൽ വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇത് പഠിച്ച് അടുത്ത CGL വേണം എന്നുള്ളവർക്ക് ഇത് ഫോളോ ചെയ്ത് മുഴുവനായിട്ട് ഫോളോ ചെയ്ത് പോവുക. എല്ലാ ക്ലാസ്സിലും കണ്ട് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ അർത്ഥവും പറഞ്ഞിട്ട് എന്ത് ചെയ്തോളൂ, explanation തരപ്പെടും. The number of marbles in 3 bags is in the ratio 2:3:4. If 12 marbles are added to each bag, then the ratio changes to 8, 11 and 14. Then the total number of marbles in the beginning. അപ്പോൾ beginning എത്ര മാർബിൾ തന്നിരിക്കുന്നത്, റേഷ്യോ പ്രൊപ്പോർഷന്റെ ബേസിക് ക്ലാസ്സിലൊക്കെ കാണണം. തന്നിരിക്കുന്നത് കുറച്ച് മാർബിൾ ഉണ്ട്, 2, 3, 4 റേഷ്യോയിലാണ്. 12 മാർബിൾ എല്ലായിടത്തും ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്തായി, ഇങ്ങനെ ചേഞ്ച് ആയി. എന്നാൽ ഇനിഷ്യലി എത്ര മാർബിൾ ഉണ്ടാകും. അപ്പൊ ഇവിടെ നമുക്ക് 2, 3, 2, 3, 5, 4, 9. പിന്നെ മാർബിൾസിന്റെ എണ്ണം എന്തായാലും ഇൻഡിജർ ആണ്. 9 ഇൻറ്റു ആ ഒരു X എന്ന് പറയുന്ന പോലെ 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ മാർബിൾ. അപ്പൊ ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല, ഇതും 9ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഓപ്ഷൻ C അല്ല നമുക്ക് മനസ്സിലായി. ഇനി എന്താ ഇവിടുത്തെ കൺസെപ്റ്റ്, എന്ത് കൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്തായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്? 2, 3, 4 റേഷ്യോ കിട്ടുന്നതിനകത്ത് നമ്മുടെ കാര്യം എന്താണ്, ഇവിടെ 12 മാർബിൾ എല്ലായിടത്തോട്ടും ആഡ് ചെയ്യും. അപ്പൊ എല്ലായിടത്തോട്ടും ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്തായിരിക്കും, ഇവരുടെ ഡിഫറൻസ് ചേഞ്ച് ചെയ്യത്തില്ല. അതായത് 2ന് എത്ര ഡിഫറൻസ്, 6 ആണ്. 3ഉം 11ഉം 8 ആണ് ഡിഫറൻസ്. 4ഉം 14ഉം 10 ആണ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇവർ തമ്മിൽ 1 ഡിഫറൻസ് ഉണ്ട്, ഇവിടെ 1 ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 3 ആണ് ഡിഫറൻസ്, ഇവിടെയും 3 ആണ് ഡിഫറൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇനിഷ്യലി ഉള്ള ആ ഒരു ഡിഫറൻസ് എന്തായിരിക്കും, സെയിം ആയി. അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ 2 നമ്പർ 10ഉം 15. അപ്പൊ 10ഉം 15 എന്ന് പറഞ്ഞ 2 നമ്പർ ഉണ്ട്. ഈ നമ്പറിൽ ഞാൻ ഇവിടെയും ഒരു 2 ആഡ് ചെയ്യുന്നു, ഇവിടെ ഒരു 2 ആഡ് ചെയ്യുന്നു. 2ലും 2 ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താവും, ഇത് 12 ആവും, ഇത് 17 ആവും. 12 ആവും, ഇത് 17 ആവും. അപ്പൊ ആദ്യമേ ഇവരുടെ ഡിഫറൻസ് എത്ര ആയിരുന്നു, 5 ആയിരുന്നു. ഇപ്പോഴും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 5 ആണ്. 2 നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 5 തന്നെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, എപ്പോഴും സെയിം ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിം നമ്പർ എല്ലായിടത്തും ആയിരിക്കും. അപ്പൊ ഇവിടെ ഡിഫറൻസ് 2, 3 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇവിടെ 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. ഇവിടെ എത്ര വന്നു, ഇവിടെ 3 വന്നു, ഇവിടെ 3 വന്നു. അപ്പൊ ഇതിനെ 3 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 1നെ 3 ആക്കണമെങ്കിൽ 3 കൊണ്ട് ഗുണിക്കണം. അതായത് എല്ലാ റേഷ്യോയിലും എല്ലാ വാല്യൂവിനും എന്ത് ചെയ്യണം, 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2 ഗുണം 3 6 റേഷ്യോ, 3 ഗുണം 3 9 റേഷ്യോ, 4 ഗുണം 3 12. ഇതായിരുന്നു ഇനിഷ്യൽ റേഷ്യോ. ഫൈനൽ റേഷ്യോ എന്തായി, 8:11:14 മാറി. ഇനി ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺസിഡർ ചെയ്യേണ്ട റേഷ്യോ. അപ്പൊ ഇനി എന്താ, എല്ലായിടത്തും എന്താണ് കൂടിയത്, ഇവിടെ 2 കൂടി 2 കൂടി 2 കൂടി. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3. ഡിഫറൻസ് സെയിം. ഇനി എന്ത് പറയാം, റേഷ്യോയിലെ 2 ആണ് കൂടിയത്.
എല്ലായിടത്തും 2 കൊടുത്തു. ആ 2ന്റെ വാല്യൂമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എത്ര 12 എന്ന് പറഞ്ഞു. 2ന്റെ വാല്യൂ 12 ആണ്. അങ്ങനെയാണെങ്കിൽ റേഷ്യോയിലെ നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത് ബിഗിനിങ്ങിലുള്ള നമ്പർ ഓഫ് മാർബിൾസ് എത്ര മാർബിളാ ഉള്ളത് 6 9 15 12 27 എണ്ണമാണ് ഉള്ളത്. 2ന്റെ വാല്യൂ 12 ആണെങ്കിൽ എത്ര കൊണ്ടാണ് ഗുണിച്ചേക്കുന്നത് 6 കൊണ്ടാണ് ഗുണിച്ചേക്കുന്നത്. 27ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 27 ഗുണം 6 120 42 162 മാർബിൾസ് കാണും ആ ഒരു ഇനിഷ്യലി ആണ്. അപ്പൊ ഇത് കാൽക്കുലേഷന്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. അത് ഫോളോ ചെയ്യുക, കാൽക്കുലേഷൻ സ്പീഡൊക്കെ കൂടും. ഇനി നമ്മളുടെ ഫോക്കസ് ബാച്ചിലെ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേന എടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കൺസെപ്റ്റ് അറിയുക. എല്ലായിടത്തും ഒരേപോലെയാണ് കൂടുന്നതെങ്കിൽ ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. നോക്കി തന്നെ കണ്ടുപിടിക്കാം. ഇതിനെ 3 ആക്കാൻ വേണ്ടി 3 കൊണ്ട് വിളിച്ചു. ഇവിടെ എന്ത് വരും 6 വരും, ഇവിടെ 9 വരും, 12 വരും. 6 9 12 ആണ് വരുന്നത്. 6 9 12 ആണ് വരുന്നത്. 6 നിന്ന് 8 ഇപ്പൊ ഡിഫറൻസ് സെയിം ആണ്. 2 ആണ് കൂടിയത്. 2 12 ആണെങ്കിൽ 1 6 ആണ്. ഇവിടെ 2 3 5 4 9 9 ഗുണം 3 ടോട്ടൽ എത്ര വരും 27 വരും. 27 ഗുണം 6 162. പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. എത്ര സ്റ്റെപ്പ് കുറയ്ക്കാമോ അത്ര സ്റ്റെപ്പ് ചെയ്യും. നിങ്ങൾ അടുത്ത വർഷം നമ്മുടെ ഈ ബാച്ചിൽ നിന്നും കുറേ ആൾക്കാർ ജോലി വാങ്ങിയിരിക്കും. ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചോളാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സ്പീഡ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, കുറവായിരിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു. ഓക്കെ, ഇങ്ങനെ ഓരോ ചാപ്റ്ററും നമുക്ക് ചെയ്യാം. യെസ്, ഓക്കെ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കെ, എ ഫംഗ്ഷൻ ഓഫ് 2 variables varies directly with x and inversely with y. Determine function when x equal to 5 and y equal to 3. Given that for x equal to 0 and y equal to 1, function is 15, and for x equal to 1 and y equal to 15, function is 2. അപ്പോൾ ആ ഫംഗ്ഷൻ ഇവിടെ എന്താ ഫംഗ്ഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് കേസിൽ ഫംഗ്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. രണ്ടാമത്തെ കേസിൽ ഫംഗ്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ. അതിങ്ങനെ 1/y എന്ന് എഴുതും. അപ്പൊ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് കോൺസ്റ്റന്റ് കെ അതിൽ ഒരു ഫംഗ്ഷൻ ആണ്. കാര്യം ഇവിടെ നമുക്ക് x = 0 y = 1 രണ്ട് കണ്ടീഷൻ ആണ്. ഡയറക്റ്റ് ഒറ്റ ഇക്വേഷൻ ആയിട്ട് എഴുതാതെ ആ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫംഗ്ഷൻ = k1 ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പലിനെ നമ്മൾ ഈക്വലിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ. യെസ്, ഇവിടെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. k1 ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ നമ്മുടെ തിയറി ക്ലാസ്സിൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ f = k1 × x എന്ന് എഴുതാം. അതുപോലെ തന്നെ f എന്ന് പറഞ്ഞാൽ എന്താണ്? k2 × 1/y. ഇനി നമുക്ക് f = k2 രണ്ടാമത്തെ കോൺസ്റ്റന്റ് ഇൻറ്റു 1/y എന്ന് എഴുതാം. അപ്പൊ k2 × 1/y. ഇവിടെ k1 ഉം k2 എന്നാണ് കോൺസ്റ്റന്റ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആ ഫംഗ്ഷനിലോട്ട് നമ്മളുടെ ഈ രണ്ട് വാല്യൂ, കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ എക്സിനും വാല്യൂ കൊടുക്കണം, വൈക്കും വാല്യൂ കൊടുക്കണം. നമുക്ക് ഇങ്ങനെ ഒരിക്കലും f = k × x/y എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് എന്ത് വരും? ഇവിടെ 0 ആയി പോകും. എഫിന്റെ ഫംഗ്ഷന്റെ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. ഒരിക്കലും 15 വരത്തില്ല എക്സിന് ഇങ്ങനെ വാല്യൂ കൊടുത്താൽ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വഴിയിലോട്ട് പോകരുത്. ഡയറക്റ്റ് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പോകണം. ഇനി അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 15 = 15 ആവുന്ന സമയത്ത് എക്സ് എന്താണ്? 0 ആണ്. 0 ആകുമ്പോൾ എന്താവും? 0 ആയി പോകും. പ്ലസ് k2 × 1/y, അതായത് k2/1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് 15 കിട്ടും. രണ്ടാമത്തെ കോൺസ്റ്റന്റ് എത്രയാണ്? 15 ആണ്. ഈ 15 എടുത്ത് എവിടെ ഇടാം? നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുക്കാം. രണ്ടാമത്തെ കേസിൽ ഫോർ x = 1 ആൻഡ് y = 15 f = 2 ഇവിടെ തന്നെ കൊടുക്കാം. f = 2 ഫോർ x = 1, അതായത് k1 × 1 പ്ലസ് k2 നമുക്കറിയാം 15 എന്നറിയാം. 15 × 1/y 1/15. 15 ആണ് വൈയുടെ വാല്യൂ. ഈ 15 വെട്ടിപ്പോ 1 1. k1ന്റെ വാല്യൂ എന്ത് വന്നു? 2 - 1. ഇപ്പൊ 1 k1 കിട്ടി, k2 കിട്ടി. ചോദിച്ചിരിക്കുന്നത് എന്താ? determine the function when x = 5 and y = 3. നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ f = k1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × x 5 പ്ലസ് രണ്ടാമത്തെ k2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 × 1/y 15/3. നമുക്ക് 5 എന്ന് വരും. അപ്പൊ 5 എത്ര എന്ന് വരും? 10 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. പക്ഷേ ഇത് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിംഗിൾ സ്റ്റെപ്പിലോട്ട് എഴുതി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം നമുക്ക് അവിടെ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ഫോക്കസ് ബാച്ചിലെ കുട്ടികൾക്കായിട്ട് ഒരു ടിപ്പ് എന്താ പറയുന്നത്? ഫോക്കസ് ടിപ്പ് എന്താണ്? ഈ ഒരു കാര്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് എഴുതാൻ പറ്റണം. എക്സും വൈയും ആണ്. അപ്പൊ ഇങ്ങനെ വാല്യൂ രണ്ടെണ്ണം, എക്സിനും വൈക്കിനും എഫിനും വാല്യൂ കൊടുക്കുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനെ ഒറ്റ ഇക്വേഷൻ ആയിട്ട് എഴുതുക. എഫിനെ നമുക്ക് എന്ത് പറയാം? k1x + k2/y എന്ന് എഴുതാം.
ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു K2 കണ്ടുപിടിച്ചു 15 എന്ന്. എന്നിട്ട് സെക്കൻഡ് കണ്ടീഷൻ കൊടുത്തിട്ട് K2 വാല്യൂ കൊടുത്ത് K1 കണ്ടുപിടിച്ചു 1 എന്ന്. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു, എക്സിന്റെ വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു, ആൻസർ കണ്ടുപിടിക്കുന്നു. ഫാസ്റ്റ് ആയിട്ട് എത്ര ചെയ്യാൻ പറ്റുമോ അതെന്ത് ചെയ്യാം, മുന്നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കഴിഞ്ഞ വർഷത്തെ CGL-ന്റെ 2024 CGL-ന്റെ ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, അടുത്ത ഇതൊക്കെ മസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് പോകണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. A payment of 120 is made with 10 രൂപ 5 രൂപ and 2 രൂപ coins. A total of 25 coins are used. Which of the following is the number of 10 rupee coins used in the payment? ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പൊ 120 രൂപയുടെ പേയ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പൊ ഞാൻ പറയുന്നു 10 രൂപയുടെ എക്സ് കോയിൻസും 5 രൂപയുടെ വൈ കോയിൻസും 2 രൂപയുടെ ഇസെഡ് കോയിൻസും ഉണ്ടെന്ന് വെച്ചു. ഇസെഡ് കോയിൻസ് ഉണ്ടെന്ന് വെച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്, മൂന്നിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 കോയിൻ ആണ്. അതുപോലെ രണ്ടാമത്തെ കേസിൽ 10x അധികം 5y, അതായത് എക്സ് കോയിൻ ഉണ്ട് 10 രൂപയുടെ, അങ്ങനെ ടോട്ടൽ രൂപ എത്ര വരും, 10 ഇൻറ്റു എക്സ്. 5 രൂപയുടെ വൈ കോയിൻ ആണെങ്കിൽ 5y പ്ലസ് 2 രൂപയുടെ ഇസെഡ് കോയിൻ ആണെങ്കിൽ 2z. അതിന്റെ വാല്യൂണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 120. ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി നമ്പർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ 10 രൂപ കോയിൻ. എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഇസെഡിനെ എന്ത് ചെയ്യാം, അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അതിന് എന്ത് ചെയ്യണം, 2 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനിൽ ഇത് എന്ത് ചെയ്യുന്നു, കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇത് 2x ആവും, 2y ആവും, 2z ആവും, ഈക്വൽ ടു 50 എന്ന് വരും കേട്ടോ. ഇവിടെ എല്ലാത്തിനും 2 കൊണ്ട് ഗുണിക്കും, ഗുണിക്കുമ്പോൾ എല്ലായിടത്തും ഗുണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലും RHS-ലും LHS-ലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേ വാല്യൂ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ വാല്യൂന് എന്ത് വരത്തില്ല, ചേഞ്ച് വരത്തില്ല. അപ്പൊ കുറയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും, ഇവിടെ 10x ഉണ്ട്, 10x മൈനസ് 2x 8x, 5y മൈനസ് 2y പ്ലസ് 3 പ്ലസ് അല്ല നമ്മൾ മൈനസ് കുറയ്ക്കണം, പ്ലസ് 3y. ഇവിടെ 2z മൈനസ് 2z 0 ആണ്, അത് എഴുതണ്ട. ഇവിടെ 120 മൈനസ് 50 എത്ര വരും, 70 വരും. ഇപ്പൊ 8x മൈനസ് പ്ലസ് ആണോ, അഞ്ച് മൈനസ് ഉണ്ട്, ഓക്കെ പ്ലസ് ആണ്, 5 മൈനസ് 8 പ്ലസ് 3y ഈക്വൽ ടു 7. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇസെഡ് അങ്ങ് കംപ്ലീറ്റ് ഒഴിവായി. നമുക്ക് എന്ത് ചെയ്യണം, എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുത്തു. ഇപ്പൊ എക്സിന് ഞാൻ 6 കൊടുക്കുവാണ്. അപ്പൊ 6 8 48 വരും. ഇപ്പൊ 3 ഇൻറ്റു വൈ എത്ര വരണം, ഇവിടെ 22 വരണം. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ ആണ് 22. ഒരിക്കലും വൈക്ക് എന്ത് വരത്തില്ല, ഒരു ഇൻഡിജർ വാല്യൂ വരത്തില്ല. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് 5 റുപ്പി കോയിൻസ്. അപ്പൊ നമ്പർ ഒരിക്കലും എന്ത് വരത്തില്ല, പോയിന്റിലുള്ള വാല്യൂ വരത്തില്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ അല്ലെന്ന് ഉറപ്പിക്കാം. ഈ 4 കൊടുത്തു കഴിഞ്ഞാൽ 8 4 32 വന്നു കഴിഞ്ഞാൽ ഇത് എത്ര വരണം, 38 വരണം. 8 38 ഒരിക്കലെങ്കിലും 38 വരണം. 38 വരണമെങ്കിൽ 3 ഗുണം സംതിങ് 3y ഈക്വൽ ടു 38 ഒരിക്കലെങ്കിലും വരും, അല്ല 38 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ y എന്ത് വരത്തില്ല, അവിടെയും ഇൻഡിജർ വരത്തില്ല. അപ്പൊ 4 വരും. 10 കൊടുത്തു കഴിഞ്ഞാൽ 10 8 80, ഒരിക്കലും ഇവിടെ 80 വരത്തില്ല. കാരണം എന്താ, ഓൾറെഡി റൈറ്റ് സൈഡിൽ 70 ഉള്ളൂ. അപ്പൊ ഇതുമല്ല, ഒറ്റ ഓപ്ഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ, ഓപ്ഷൻ ഡി. അതായത് 8 8 64 അധികം 3 ഇൻറ്റു 6 ആണ്. അപ്പൊ വൈയുടെ വാല്യൂ 2 ആയി കഴിഞ്ഞാൽ 6 2 ആയി കഴിഞ്ഞാൽ 3 ഗുണം 2 6 തന്നെയാണ്. സാറ്റിസ്ഫൈ ചെയ്യും, 20 സാറ്റിസ്ഫൈ ചെയ്യും. ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ ഒറ്റ വാല്യൂ ഉള്ളൂ, ഓപ്ഷൻ. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതേപോലെ എന്ത് ചെയ്യണം, ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ അത് എന്ത് ചെയ്യാം, അതുപോലെ ഫോളോ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ടൈപ്പ് മനസ്സിലായെന്ന് വിശ്വസിക്കും. പല പല ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തോ. Okay. What is the ratio of the mean proportion of 1.21 and 0.09 with the mean proportion of 0.16 and 0.36? അപ്പൊ മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ മീൻ പ്രൊപ്പോർഷൻ റൂട്ട് ഓഫ് എ ബി ആയിരിക്കും. ഇവിടെ നമുക്ക് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. റൂട്ട് ഓഫ് 121 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ഇങ്ങനെ എഴുതാം. ഞാൻ ഫസ്റ്റ് ഒരാൾ ചെയ്യുന്നതും എക്സാമിന് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു. റേഷ്യോ റൂട്ട് ഓഫ് അടുത്ത റൂട്ട് ഉണ്ട്, സ്ക്വയർ എടുക്കാം. 16 ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ബൈ 100 ആണ് 2 പോയിന്റ്. അപ്പൊ നമുക്ക് എന്ത് വരും, ഈ റൂട്ട് 100 ഇൻറ്റു 100 ഇവിടെയും പോകും, റൂട്ട് 100 ഇൻറ്റു 100 ഇവിടെയും പോകും. അപ്പൊ റൂട്ട് 121 എത്രയാണ്, 11
റൂട്ട് 9 3 റേഷ്യോ, റൂട്ട് 16 4, റൂട്ട് 36 6, 33 റേഷ്യോ 24, അത് 3 ഉണ്ട്, ഇവിടെ എന്ത് ചെയ്യാം 2 കൊടുത്തു, 11:8. ഓപ്ഷൻ എ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ആൻസർ കൊടുക്കാം, മീൻ പ്രപ്പോർഷന്റെ റേഷ്യോ. അപ്പൊ ഇത് ഇത്രയും എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോക്കസ് ബാച്ചിലെ ഫോക്കസ് ടിപ്പ് എന്താണ് 1.21 0.09. നമുക്കറിയാം റേഷ്യോ എടുക്കുന്ന സമയത്ത് റൂട്ട് വരും, 121 റൂട്ട് 11, ഇവിടെ എന്ത് വരും, ഇവിടെ 3 വരും. റൈറ്റ് സൈഡിൽ 11 എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് ലെഫ്റ്റ് സൈഡിൽ എന്ത് കാണും 11 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ഇതുമാണ്. റൈറ്റ് സൈഡിൽ 13 എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, 13 എന്തായാലും വരത്തില്ല. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 13 ഇല്ലാത്ത ഓപ്ഷൻ ഇല്ല. ഇതാണ് പ്രോ ടിപ്പ് എന്ന്. വേണമെങ്കിൽ ബാക്കി ചെയ്യാം. 11 3 അടിയിൽ 100, ഇവിടെ 4 വരും, ഇവിടെ 6 വരും. ഈ 3 വെച്ച് വരുമ്പോൾ 11 വെച്ചിട്ട് എത്രത്തോളം സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറയ്ക്കാമോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ സ്റ്റെപ്പ് കുറച്ച് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. മനസ്സിലായെന്ന് വിശ്വസിക്കാം. 4 ക്വസ്റ്റ്യൻ കഴിയും. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തു. 5ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ മീൻ പ്രൊപ്പോർഷണൽ ഓഫ് 8a² ആൻഡ് 18/a⁴ വേർ a is a പോസിറ്റീവ് നമ്പർ. മീൻ പ്രൊപ്പോർഷണൽ ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുക, റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് 8a² ഇൻറ്റു 18/a⁴. a² a⁴ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് പോകും. നിങ്ങൾ ദയവായിട്ട് SSC GD 2022 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ഒരു ക്ലാസ്സുകളാണ്. അപ്പൊ അതിലെ സഡ്സ് ആൻഡ് ഡിസസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടാൽ ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി തന്നെ ചെയ്യാവുന്ന ഒരു ലെവലിലോട്ട് നിങ്ങൾ എങ്ങനെ വരും. 8 ഇൻറ്റു 18 ഇൻറ്റു a² ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ബൈ a⁴ ആണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിലൂടെ വെട്ടുമ്പോൾ a² എന്ന് വരും. 18 × 8 144 144 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 12 ആവും. a² റൂട്ടിന് പുറത്ത് വരുമ്പോൾ a ആവും 12/. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മളെല്ലാവരും ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തരായാൽ മാത്രമേ കട്ട് ഓഫുകൾ ക്ലിയർ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ലെവലിലുള്ള CGL ലെവലിൽ നല്ലൊരു ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ ഓഫ് 8a² ആൻഡ് 18/a⁴. ഇത് കാണുമ്പോൾ തന്നെ 8a² a⁴ വെട്ടി അടിയിൽ a² വരും, റൂട്ടിന് പുറത്ത് വരുമ്പോൾ അടിയിൽ a വരും. ഡിനോമിനേറ്റർ a വരുന്ന ഓപ്ഷൻ ഇതുണ്ട്, ഓപ്ഷൻ D ഉള്ളൂ. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ പെൻ ഫ്രീ മെത്തേഡാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കോൺഫിഡൻസ് തരും. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റൂ, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പക്ഷെ അതെന്ത് ചെയ്യും, ക്ലാസ്സുകൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതെന്ത് ചെയ്യും, നിങ്ങൾ ഗ്രാജുവലി ഇംപ്രൂവ് ആയി. 5 ക്വസ്റ്റ്യനിൽ ഡൗട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. സെയിം ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ 3ാമത്തെ ക്വസ്റ്റ്യൻ, അതേ മോഡൽ ക്വസ്റ്റ്യൻ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇനി എന്ത് ചെയ്യാം, പല പരീക്ഷയ്ക്കും എന്ത് ചെയ്യാം, ഇത് ചോദിക്കാം. CGL 25-നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് ഇവിടെ പറയുന്നു 6 കൊടുക്കുന്ന 100 രൂപയാണ്. ടു ബി വിത്ത് 5 രൂപ 2 രൂപ 1 രൂപ കോയിൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് 40 ആണെങ്കിൽ വാട്ട് ഇസ് എ നമ്പർ ഓഫ് കോയിൻസ് ഓഫ് ഡിനോമിനേഷൻ 5 rupees. 5 rupeesന്റെ എത്രയാണ്? അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. 5 രൂപയുടെ X കോയിൻസ്, 2 രൂപയുടെ Y കോയിൻസ്, 1 രൂപയുടെ Z കോയിൻസ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് X + Y + Z എത്രയാണ്? 40 ആണ് ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ്. അതുപോലെ 5x 5 രൂപയുടെ X എണ്ണം, 2y 2 രൂപയുടെ Y എണ്ണം പ്ലസ് 1z. അതിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 100 രൂപയാണ്. നമുക്ക് നേരത്തെ പോലെ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഇക്വേഷൻ കുറയ്ക്കാം. അപ്പൊ Z അങ്ങ് പോകും. 5x - 4x, x 4x, 2y - y പ്ലസ് y ഈക്വൽ ടു 100 - 40 60 എന്ന് കിട്ടും. എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏറ്റവും ബെസ്റ്റ് വഴിയാണ്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. എക്സിന് ഞാനിവിടെ 16 കൊടുത്താൽ 16 4 64, ഒരിക്കലും 16 വരത്തില്ല. കാര്യം എന്താ, ഇവിടെ 60 കൂടുതലായിട്ട് 64 ഒരിക്കലും ഇവിടെ വരത്തില്ല. കാര്യം y എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഒരു നമ്പറാണ്. 17 കൊടുക്കാൻ ഒരിക്കലും വരത്തില്ല, 68 ആയിരിക്കും. 18 കൊടുക്കാൻ ഒരിക്കലും വരത്തില്ല, 18 4 72 ആയിരിക്കും. ഒറ്റൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും 13. 13 4 52, y എത്ര വരും, 8 വരികയും ചെയ്യും. നമ്മുടെ ആ ഒരു ഇക്വേഷന് വേണ്ടുന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, ഈസി ആയിട്ട്. പിന്നെ ഞാൻ ഈസി ക്വസ്റ്റ്യൻ എന്നേ പറയത്തുള്ളൂ. ഇനി ഈ ടൈപ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേ കാര്യം ഇസഡിനെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ആക്കാൻ നോക്കുക. ഒരു വേരിയബിളിനെ നിങ്ങൾ എലിമിനേറ്റ് ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഓപ്ഷൻ നോക്കുക. ഒരിക്കലും 2 ഓപ്ഷൻ ഇതേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് തരത്തില്ല. കാര്യം അങ്ങനെ ആകുമ്പോൾ ഈ ക്വസ്റ്റിന്റെ ആ ഒരു പ്രസക്തി എന്ത് ചെയ്യും, ഒരു ചോദിച്ചിരിക്കുന്ന ആ ഒരു ഇത് ഈ ഒരു ലെവലിൽ തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു ഡൗട്ടും വരാം. 6 ക്വസ്റ്റ്യൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ആ ബേസിക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ക്ലാസ്സുകളിലൂടെ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, find the fourth proportion of the following numbers. 1/3 of 27. 1/3 of 27, 27/3, 9 ആണ്. അടുത്തത് 4/5 of 30.
5ഉം 30 കൂടെ വെട്ടുമ്പോൾ 5ഉം 30 കൂടെ വെട്ടുമ്പോൾ 6 വരും അല്ലെ. 6 30/5 6ആണ്. 6 4 24. അടുത്ത നമ്പർ 3/7 35. 7ഉം 35 വെട്ടുമ്പോൾ ഇവിടെ 5 വരും. 5 3 15. അങ്ങനെയാണെങ്കിൽ 4ാമത്. ഇതിന്റെ അർത്ഥം എന്താ? 9ന് 24 ആവുന്നത് പോലെ 15ന് എത്ര ആയി? അല്ലെങ്കിൽ 9ന് 15 ആവുന്നത് പോലെ 24ന് എത്രയായി? 9ന് 24 എന്ന് പറഞ്ഞാൽ എത്ര? 3:8 ആണ്. 3:8 ആണ്. അപ്പൊ 3 ആണ് ഇതെങ്കിൽ ഇവിടെ എത്ര ആയത്? 8 ആണ് ആയത്. അപ്പൊ ഇവിടെ 3 ആണ് ആയതെങ്കിൽ ഇത് 3 ആണെങ്കിൽ ഇവിടെ 8 എത്ര? 3 × 5 15 ആണ്. 8 × 5 40. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യും. 9/24 = 15/4th പ്രൊപ്പോർഷൻ x ആണ്. ഇങ്ങനെ വെട്ടിയൊക്കെ ചെയ്യും. ഇത് 3, ഇത് 8, ഈ 3 വെച്ചിട്ട് ഇവിടെ 5, 8 5 40. ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. 9ഉം 24 റേഷ്യോ 3:8 ആണ്. അപ്പൊ ഇവിടെ റേഷ്യോ 3:8 ആയി. ഇത് രണ്ടും നമ്മൾ 3:8 എന്നും മനസ്സിലാക്കി. ഇതിന് എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യം എന്ത് ചെയ്തില്ല, നമ്മൾ എഴുതിയില്ല. ഈ ഫോക്കസ് ടിപ്പ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫോക്കസ് ബാച്ചിലെ കുട്ടികൾക്കുള്ള എന്റെ ടിപ്പ് എന്താണ്? 3ഉം 3:8 ആണ് ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ റേഷ്യോ. അതേ റേഷ്യോ A:B ഇത് റേഷ്യോ ആണെങ്കിൽ C:D ഇതേ റേഷ്യോ, സെയിം റേഷ്യോ ആയിരിക്കും. അതാണ് ഈ 4th പ്രൊപ്പോർഷൻ. ഇത് എന്ത് തന്നെ ആയിരിക്കും? ഇവിടെ 15 3:5 ആയിരിക്കും. 3ന്റെ വാല്യൂ 15 ആണെങ്കിൽ 8ന്റെ വാല്യൂ 3 15 ആണെങ്കിൽ 8 എത്ര ആണ്? വേഗം എടുക്കാതെ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ആരും നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, ഓഫ്ലൈനിലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നില്ല, തുടക്കത്തിലൊന്നും പറഞ്ഞു തരണമെന്നില്ല. അതെന്ത് വിചാരിക്കും? ബേസിക് ആയിട്ട് എക്സാക്ട് ആയിട്ട് പഠിപ്പിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെയാണോ പഠിക്കേണ്ടത്? തുടക്കത്തിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ വൃത്തിയായിട്ട് അതിന്റെ അഡ്വാൻസ് ലെവലും എല്ലാ ലെവലും പഠിക്കും. എങ്കിലേ നിങ്ങൾക്ക് മാത്സ് ഇൻട്രസ്റ്റ് ആണ്. 7 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു. അടുത്ത ഒരു ക്ലാസ് കൊണ്ട് 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ട് ചെയ്യും, കുഴപ്പമില്ല. The concentration of 3 values A, B and C are 10%, 20% and 30% respectively. They are mixed in the ratio of 2:3:x, resulting in a 23% concentration solution. Find the value of x. This CGL മെയിൻസിന് 2023 CGL മെയിൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് റേഷ്യോ ആണെന്ന് പറയാൻ പറ്റത്തില്ല, വെയ്റ്റഡ് ആവറേജിന്റെ കൺസെപ്റ്റ് ആണ്. വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ആണ് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 10% ഉള്ള 2 പാർട്ട്. ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 × 2 20 അധികം 20% ഉള്ള 3 പാർട്ട് 20 × 3 60 അധികം 30% ഉള്ള എക്സ് പാർട്ട് നമുക്ക് അറിയാം 30x ഡിവൈഡഡ് ബൈ ടോട്ടൽ ആ ഒരു വെയിറ്റ്, ടോട്ടൽ നമ്പർ 2ഉം 3ഉം 5ഉം 5 + x 5 + x എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഫോക്കസ് ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ കുറെ പേർക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു CGL 2025 എഴുതാൻ പോകുന്ന, നിങ്ങൾ വേറെ എവിടെ പഠിക്കുന്നവരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഷോർട്ട് കട്ട് ആദ്യം തന്നെ എനിക്ക് നോക്കി തന്നെ ഈ ഒരു സമയം കൊണ്ട് ഞാൻ പണ്ടായിരുന്നെങ്കിൽ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ഞാൻ എന്ത് ചെയ്തേനെ, കംപ്ലീറ്റ് ചെയ്തേനെ. പക്ഷെ അതിന്റെ എഫക്റ്റീവ്നെസ് കുറച്ച് പേർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് മെത്തേഡ് കാണിച്ചു തന്നിട്ട് ബാക്കി എന്ത് ചെയ്യും ഷോർട്ട് കട്ട് ആയിട്ട് പറഞ്ഞു. എനിക്ക് മറ്റേതാണ് ഇഷ്ടം, പക്ഷേ അതിന് വ്യൂസ് ഇല്ല ആൾക്കാർ. ഞാൻ കൊടുക്കുന്ന കാര്യം അത് എന്ത് വരുന്നില്ല, എൻ്റെ ആ ഒരു ഗുണം എല്ലാവർക്കും കിട്ടും. അവര് വിചാരിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആൾ എന്ത് ചെയ്യത്തില്ല, ചിലപ്പോൾ കാണണമെന്നില്ല. പക്ഷെ ഇത് ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് 5 + x വാല്യൂ ഇത് നിങ്ങൾ സ്ലോ ആക്കുവാണ്, 23 വരും. അപ്പോൾ 80 അധികം 30x ഒക്കെ എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ പഠിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും. 25 115 അധികം 23x എന്ന് വരും. ഡിഫറൻസ് എത്ര വരും? 7x വാല്യൂ നമുക്ക് ഇവിടെ 35 എന്ന് വന്നു. എക്സിന്റെ വാല്യൂ എത്ര എന്ന് വന്നു? 5 എന്ന് വന്നു. ഓപ്ഷൻ ഡി കൊടുത്തു. ഇത് ഇത്രയും ചെയ്താണ് നിങ്ങൾ ഈ ഒരു ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാൽക്കുലേഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി ഫോക്കസ് ബാച്ചിലെ കുട്ടികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 10 2 20 വെയിറ്റ് ആവറേജ് ആണ്. 20ഉം 60ഉം 80ഉം 80 + 30x അത് വേണമെങ്കിൽ എഴുതിക്കുക. 80 + 30x വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ 5 + x അപ്പുറത്ത് പോകും. 5 + x × 23 25 115 + 23x അത് ഇവിടെ തന്നെ 7x വരും. 7x 35 x വാല്യൂ 5 ഇത്രേ എഴുതത്തുള്ളൂ. അപ്പൊ സംഭവം ചെയ്യുന്നത് ഒന്നാണ്, ബാക്കി എന്താണ്? നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡാണ് നമ്മുടെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ ജോലി വാങ്ങണോ അതോ കട്ട് ഓഫിന്റെ അടുത്ത് വന്ന് സ്റ്റക്ക് ആവണോ അതോ കട്ട് ഓഫ് പോലെ എത്താതെ പുറത്താവണോ എന്ന് എന്ത് ചെയ്യും. അതുകൊണ്ട് ബ്രെയിന് മാക്സിമം ഇമ്പോർട്ടൻസ്, ചിന്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മാത്രം മതി.
നമ്മൾ മാത്സിനെ ഇഷ്ടപ്പെട്ടു. യെസ്, 8 ക്വസ്റ്റ്യൻ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമുക്ക് പഠിച്ചു പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ വേറെ ടോക്കുകളൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, വരുന്നു, പഠിക്കുന്നു. In a school of 720 students, the ratio boys to girls is 3:5. Find how many new boys may be allowed to the school if 18 new girls are admitted, so that the ratio boys to girls changes to 2:3. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്നും അല്ല ചോദ്യം. 720 കുട്ടികളാണ്. അവരിങ്ങനെ 3:5 എന്ന് പറയുന്ന റേഷ്യോയിൽ കിടക്കും. അതായത് ബോയ്സ് 3 ഉണ്ടെങ്കിൽ ഗേൾസ് എത്രയാണ്? 5. അപ്പൊ ടോട്ടൽ കുട്ടികളെ ഇവർ 8 ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ 8ന്റെ വാല്യൂവാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 720. 8 × 9 72 അറിയാം. അപ്പൊ 8നെ 90 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമ്മുടെ ഒറിജിനൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലായിടത്തും 90 കൊണ്ട് ഗുണിക്കണം. 3x 5x എന്ന് എടുത്താൽ എക്സിന്റെ വാല്യൂവാണ് 90. അപ്പൊ ബോയ്സ് 270 കുട്ടികളുണ്ട്, ഗേൾസ് 5 × 90. 3 × 90 270 ബോയ്സും ഉണ്ട്. ഗേൾസ് എത്ര ഉണ്ട് ഒറിജിനലായിട്ട്? 5 × 90 450 ഗേൾസ്. അപ്പൊ ഇവരിലാണ് എന്ത് ചെയ്തത്? ഗേൾസിനകത്തോട്ട് 18 പേരും കൂടെ ആഡ് ചെയ്തു, 468 ഗേൾസ് ആയി. ഈ 468 ആണ് എന്ത് ചെയ്തത്? പുതിയ റേഷ്യോ 2:3 ആയിട്ട് വന്നു. അതായത് ഈ 3നെ സൂചിപ്പിക്കുന്ന വാല്യൂ ആണ് എത്ര? 468. ഗേൾസ് അല്ലേ 3, ചേഞ്ചസ് ടു 2:3. 3 468 ആണെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ എത്ര? 468നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 വരും 4/3 ഡിവിഷൻ ചെയ്യണത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മിന്റെ ക്ലാസ് എടുത്ത് കണ്ടാൽ 16 16 5 വട്ടം 18 6. അതായത് 156 കൊണ്ട് ഗുണിച്ചിരിക്കുന്നത്. 2ന്റെ വാല്യൂ 2 × 156 312. കാൽക്കുലേഷൻ സ്പീഡ് വേണം. അപ്പൊ 270 ബോയ്സ് ആയിരുന്ന സ്ഥലത്ത് എത്രയായി? 312 ആയി. അതായത് കൂടുന്നതിന്റെ യൂണിറ്റ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അതിന് 2 വരുന്ന ഓപ്ഷൻ A. ഇതിലൂടെ 42 കുട്ടിയിലൂടെ എന്ത് ചെയ്യും? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ സൊല്യൂഷൻ. ഇത്രയും എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോക്കസ് പേജിലെ കുട്ടികളുടെ രീതി എങ്ങനെയായിരിക്കണം? 720 വരുന്നുണ്ട്, 3 5. ഇതിന്റെ വാല്യൂ ആണ് 720. 1 90 ആണ്. 450 ഉണ്ട്, 468 ആയി. 468 3 ആണ്. അപ്പൊ 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 468 3 ആണെങ്കിൽ നമുക്ക് 1ന്റെ വാല്യൂ 1 16 5 ബാക്കി 6 18 6. 156 2 312 ആണ് ബോയ്സ് ആയത്. ഇവിടെ 90 270 312 42. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എത്ര സ്റ്റെപ്പ് കുറയ്ക്കാമോ അത്രയും ചെയ്യുക, പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? ഇവിടെ എക്സാമിന് പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മൾ എക്സാമിന് പോയിട്ടല്ല ഈ ട്രിക്കുകളൊന്നും കണ്ടുപിടിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഡെയിലി കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കും, ട്രൈ ചെയ്ത് നോക്കും. Ram has 12 hens and 5 cows. ശ്യാമിന് 18 ഹെൻസും 9 കൗസും ഉണ്ട്. പ്രീതത്തിന് 4 ഹെൻസും 8 കൗസും ഉണ്ട്. ആൻഡ് വിനയ്ക്ക് 10 ഹെൻസും 7 കൗസും ഉണ്ട്. Who has greater ratio of hens to cows? ഹെന്ന് കൗ റേഷ്യോ കൂടുതലാക്കാം. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 12/5 രാമിന്, രണ്ടാമത്തതിന് 18/9, മൂന്നാമത്തതിന് 4/8, നാലാമത്തിന് 10/7. ഇതിനകത്ത് റേഷ്യോ വലിയത് ഏതാണ്? അപ്പൊ ഇവിടെ 12/5 എന്ന് പറയുമ്പോൾ 2 പോയിന്റ് സംതിങ്, 2 പോയിന്റ് സംതിങ്, 2 പോയിന്റ് എക്സാക്ട്ലി പറയുന്നത് 2.4. 18/9 2 ആണ്. ഇത് 1/2 0.5. 10/7 എന്ന് പറഞ്ഞാൽ 1 പോയിന്റ് സംതിങ് ആണ്. ഏറ്റവും വലുത് ഏതാ? 12/5. നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും വലുതുള്ള ആരാണ്? ഫസ്റ്റ് ആളാണ്, രാമാണ്. രാമനാണ് എന്ത് ചെയ്തത്? ഒരു CPO ഉള്ള ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ. പേന എടുത്താൽ അതെന്താണ്? തെറ്റാണ്. പരീക്ഷയ്ക്ക് നിങ്ങൾ പേന എടുത്താൽ അത് തെറ്റാണ്. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന എങ്ങനെ ചോദിച്ചു? 12/5 2.4 2 പോയിന്റ് സംതിങ് ആണ്. ആയിക്കോട്ടെ. 18/9 2/5 40% 0.4. 18/9 2 ആണ്. 4/8 ഒന്നുമല്ല, 1.2 ഉള്ളൂ, അല്ല 0.5 ഉള്ളൂ. 10/7 1 പോയിന്റ് സംതിങ്. 2 പോയിന്റ് സംതിങ് വരുന്ന ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷനെ മാത്രമേ ഉള്ളൂ, രാമനാണ്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു. 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം? ശരി, ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ബാക്കി നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച്
Question okay. A company is manufacturing boxes of three types: plastic and wood and glass. The ratio of numbers of plastic, wood and glass boxes are 2:3:5. The difference between the number of wood and glass boxes are 144. If the number of plastic boxes is increased by 25%, then what will be the number of plastic boxes? വളരെ ഈസി ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് പ്ലാസ്റ്റിക്, വുഡ്, ഗ്ലാസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പേഴ്സ് ഓഫ് വുഡ് ആൻഡ് ഗ്ലാസ്, അതായത് പ്ലാസ്റ്റിക് ആദ്യം, വുഡും ഗ്ലാസ്. അപ്പോൾ ഈ 3 യൂണിറ്റിനും 5 യൂണിറ്റിനും ഡിഫറൻസ് എത്രയാണ്? 2 യൂണിറ്റ്. റേഷ്യോയിലെ 2 വാല്യൂ തന്നിട്ടുണ്ട് 140. റേഷ്യോ 1 എന്ന് പറഞ്ഞാൽ 72 ആണ്. പ്ലാസ്റ്റിക് ബോക്സ് എത്രയാണ്? 2 ആണ്. 2ന്റെ വാല്യൂ 146 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 2ന്റെ വാല്യൂ എത്രയാണ്? 144. ആ 144 എന്ന് പറഞ്ഞ സാധനം എത്രയാണ്? 25% കൂട്ടുവാണ്. 144 25% എന്ന് പറഞ്ഞാൽ 25% 1/4 ആണ്. 144/4 36 ആണ്. അപ്പൊ 144 കൂടെ എന്ത് ചെയ്യണം? 36 കൂടെ കൂട്ടി 180 ആവും പ്ലാസ്റ്റിക് ബോക്സിന്റെ ഇപ്പോഴത്തെ. ഈ ക്വസ്റ്റ്യൻ പെൻ എടുക്കണം. പെൻ എടുക്കരുത്, പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. എങ്ങനെയാണ് ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? നോക്കുന്നു, എന്താണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു, വായിച്ച് നിങ്ങൾ പ്രാക്ടീസിലൂടെ തന്നെ ക്വസ്റ്റ്യൻ മനസ്സിലാവും. 2ന്റെ വാല്യൂ 147, ക്വസ്റ്റ്യൻ 2 ആണ് നമ്മുടെ പ്ലാസ്റ്റിക്. 144 അതിന്റെ 1/4 36 കൂട്ടി 180 പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യന്റെ ഇത് എക്സാമിന്റെ നെയിം നിങ്ങൾക്ക് നോക്കാവുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് 12:35, 3:12 ആൻഡ് 4:12. 12:35 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. 12:35 ഡിവൈഡഡ് ബൈ 3:12 ഈക്വൽ ടു 4:12 ഡിവൈഡഡ് ബൈ ഇതിന്റെ വാല്യൂ ആണ്. 12:35 എനിക്ക് എങ്ങനെ എഴുതാം? 3ന്റെ പവറിൽ എഴുതാം. 12 എന്ന് പറഞ്ഞാൽ 4 into 3 ആണ്. 12 എനിക്ക് എങ്ങനെ എഴുതാം? 3 into 4:35 എന്നുള്ളത് എന്ന് പറഞ്ഞാൽ 3:35 into 4:35 ആണ്. സട്സ് ആൻഡ് ദിസ് ക്ലാസ് കാണാം കേട്ടോ. A into B raised to n എന്ന് പറഞ്ഞാൽ A raised to n into B raised to n. അപ്പൊ ഇവിടെ 3 മേലിൽ നമുക്ക് എന്ത് പറയാം? 3:35 വലുതായിട്ട് എഴുതി കാണിച്ചു തരാം. into 4:35 divided by 3:12. ഇവിടെ 4:12 വരും, അതിന് താഴെ വരാം. 4:12 equal to 1 by നമുക്ക് വേണ്ടുന്ന x ആണ്. അപ്പൊ ഇവിടെ A raised to m by A raised to n എന്ന് പറഞ്ഞാൽ A raised to m minus n. 3:12 ഇവിടുന്ന് വെട്ടുന്നു. ഇതിന് 12 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3:23. ഇവിടെ എന്ത് വരും? 4:12. 12 ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതെന്ത് വരും? 4:23. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇങ്ങോട്ട് പോകുന്നു. എക്സ് ഈക്വൽ ടു 1 by 3:23 into 4:23. A raised to b, A raised to m into A raised to n. A raised to m into B raised to n. അതായത് A B raised to n ആണ്. 3 into 4 മനസ്സിലാവാൻ വേണ്ടി ഇത്രയൊക്കെ എഴുതുന്നത്. raised to 23 ആണ്. നമുക്ക് എന്ത് പറയാം? 12 raised to minus 23. അതായത് 1 by A raised to n എന്ന് പറഞ്ഞാൽ A raised to minus n. 12 raised to minus 23 ഓപ്ഷൻ എ കൊടുക്കാം. പക്ഷെ നിങ്ങൾ ഇത്ര എഴുതി ആണ് അവിടെ എക്സാമിന് ചെയ്യുന്നത് എന്നുള്ളത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾ ചെയ്തു. എക്സാമിന് ഇത്രയാണ് ചെയ്യുന്നതെങ്കിൽ കാര്യമില്ല. ഇവിടെ എന്ത് വന്നു? നമുക്ക് സമയനഷ്ടം വന്നു. 25 ക്വസ്റ്റ്യൻ 20 മിനിറ്റിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ഫോർത്ത് പ്രൊപ്പോർഷൻ 12:35, 3:12, 4:12. കാണുമ്പോൾ തന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 3:35 into 4:35. 3:35 വരുമ്പോൾ ഇവിടെ അടിയിൽ 12 വേണ്ടിയിട്ട് 3:23 വന്നു. ഇവിടെ 4:35 4:12 അപ്പുറത്ത് വരും. 4:12 താഴെ വരുമ്പോൾ എന്ത് വരും? 4:23 വന്നു. ഇതാണ് 1/x. അതായത് 12:23 ആണ് 1/x. എക്സിന്റെ വാല്യൂ 12:1/12:23 12:-. ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് മനസ്സിലാക്കും, ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. റിപ്ലൈ തരുന്നു. Next. 3 numbers are in the ratio 1:2:3. By adding 5 to each of the numbers, the ratio changes to 2:3:4, the smallest number. അപ്പൊ നേരത്തെ ചെയ്ത അതേ കാര്യം. നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് എന്ത് ചെയ്തു? എല്ലായിടത്തും നമ്മൾ 12 ആഡ് ചെയ്തു. ഇവിടെ 5 ആഡ് ചെയ്യുന്നു. വേറെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? ഒരേ നമ്പറാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്തില്ല. ഇവിടെ ഡിഫറൻസ് എന്താണ്? 1 ആണ്. ഇവിടെ ഡിഫറൻസ് 1 ആണ്. 2 1. ഇവിടെ ഡിഫറൻസ് 1 ആണ്. ഇവിടെ 1 ആണ്. ഡിഫറൻസ് ചേഞ്ച് ചെയ്തില്ല. അതിന്റെ അർത്ഥം എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? 1 2 ആയി, 2 3 ആയി, 3 4. 1 2 ആവുമെന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ് കൂടിയത്? 1 യൂണിറ്റ് ആണ് കൂടിയത്. അതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. 5. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് നമ്പർ 1 ആണ് അല്ലേ? 1:2:3 സ്മോളസ്റ്റ് ഏതാണ്? 1 ആണ്. 1ന്റെ വാല്യൂ 5 തന്നെയാണ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ നല്ലൊരു ക്വസ്റ്റ്യൻ. When x equal to 1, then y is directly proportional to x plus 3 and y equal to 8. When z equal to 6, then x is inversely proportional to z
x equal to 2. Find the relation between y and z. നല്ലൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കുറച്ച് ലാംഗ്വേജ് കൊണ്ട് നമ്മളെ ട്രിക്കി ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ ആദ്യത്തെ ആ ഒരു സെന്റൻസിൽ നമുക്ക് എന്ത് പറയാം? y is directly proportional to x plus 3. അത് y equal to k into x plus 3 ആണ്. y equal to 8 ആണ് ആൻഡ് y equal to 8. y 8 ആണ്, x equal to 1 ആണ്. അങ്ങനെയാണെങ്കിൽ k യുടെ വാല്യൂ എന്ത് വരും? 8 ഇൻറ്റു k ഇൻറ്റു 4 ആണ് 8 എന്ന് പറയുന്നത്. k യുടെ വാല്യൂ എത്ര വരും? 8/4 2 എന്ന് വരും. k യുടെ വാല്യൂ 2 അല്ലെങ്കിൽ k1 ന്റെ വാല്യൂ 2 എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത കേസിൽ x is inversely proportional to z. അതായത് x equal to k2 into 1/z. 1/z പ്രൊപ്പോർഷണാലിറ്റി മതി. ആൻഡ് x equal to 2 ആണ്. ഇവിടെ 2 കൊടുക്കാം. 2 equal to k2 into z ന്റെ വാല്യൂ എത്രയാണ്? z equal to 6 ആണ്. k2/6 ആണ്. k2 ന്റെ വാല്യൂ എന്ത് തോന്നുന്നു? 12 എന്ന്. എന്താ വെച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ y ആൻഡ് z. y ഉം z എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം. y ഉം z ന്റെ റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് y z ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. y z റിലേഷൻ ആണ്. y z ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കാം. k2 നമ്മൾ 12 കൊടുത്തു. k2 12 കൊടുക്കുമ്പോൾ നമുക്ക് x equal to 12/z എന്ന്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x y z നമ്മളുള്ള ബന്ധം. ഇതെടുത്തിട്ട് എന്ത് ചെയ്യാം? എക്സിന് പകരം നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് y equal to എങ്കിലേ y നെ x നെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം വാല്യൂ അല്ല ചോദിച്ചിട്ടുള്ളൂ. y equal to k യുടെ വാല്യൂ എത്രയാണ്? k1. ഇത് k1 ആണ്. k1 ആണെങ്കിൽ 2 ഇൻറ്റു എക്സിന് വരെ എന്ത് കൊടുക്കാം? 12/z എന്ന് കൊടുക്കാം. പ്ലസ് 3 എന്ന് വരും. അതിന് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ. ഇത് 2 ആണ്. 12/z ആണ്. z ആണ് നമ്മുടെ 2 ആണ്. ഞാൻ അങ്ങനെ നല്ല ക്വസ്റ്റ്യൻ ആണ്. 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 12/z. y equal to 2 into 12 plus 3z by z എന്ന് വന്നു. 12 plus 3z ഒന്നും എവിടെയും കാണുന്നില്ല. അപ്പൊ yz equal to yz മൈനസ് ഇവിടെ yz വന്നു. ഇവിടെ 2 ഗുണം 3 6 ആണ്. മൈനസ് 6z ഈക്വൽ ടു 2 ഗുണം 2 24. yz അപ്പോൾ z കോമൺ എടുത്താൽ z ഇൻറ്റു y മൈനസ് 6 ഈക്വൽ ടു 24 എന്ന് വന്നു. z ഇൻറ്റു y മൈനസ് ഈക്വൽ ടു 24. ഓപ്ഷൻ ട്രാൻസ്ഫർ. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റൻ ആണ്. ഇത് MTS ചോദിച്ച ക്വസ്റ്റൻ ആണ്. പക്ഷെ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ഇക്വേഷൻ എഴുതി ഫസ്റ്റ് കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി രണ്ടാമത്തെ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിച്ചു. ഇത് ഇവിടെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതെടുത്തിട്ട് എന്ത് ചെയ്തു? ഒന്നാമത്തെ ഇക്വേഷൻ എഴുതലും വാല്യൂ ഇട്ട് കൊടുക്കലും. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ ഒരു സെഡിനെ വൈനെ മാത്രം മതി. എക്സിനെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം, എലിമിനേറ്റ് ചെയ്യണം. ആ ഒരു പ്രോസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ശരി, yes. A is to B 1/3 ratio 1/5. B is to C 1/7 ratio 1/8. C is to D 1/10 ratio 1/21. Then A is to B is to C. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഇപ്പൊ ആരായാലും ഫോക്കസ് ബാച്ചിലെ കുട്ടികളായാലും അല്ലേ A is to B നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. 1/3 ratio 1/5 എന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ. 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5:3 ആണ്. വേറെ ഒന്നും നോക്കണ്ട. A is to B 5:3 എന്ന ഓപ്ഷൻ നോക്കാം. ഇത് 5:3 ആണ് വരുന്നത്. 8 കൊണ്ട് വെട്ടുമ്പോൾ 5:3 ആണ്. ഇത് 5:3 ആണ് വരുന്നത്. അല്ല, ഇതൊരിക്കലും ഇതിനകത്ത് 5 ഇല്ല. ഒരിക്കലും 5:3 അല്ല. ഇത് 5:3 ആണ് വരുന്നത്. അല്ല, ഇത് 8ഉം ഇത് 3ഉം ആണ്. 8 ആണ്. ഇത് 5:3 ആണ് വരുന്നത്. അല്ല, 2 വെച്ച് വെട്ടുന്ന സമയത്ത് ഇവിടെ 7 ഒരൊറ്റ ഓപ്ഷനിലും എന്തുണ്ടോ
A:B 5:3. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. A:B 5:3. A 5 ആണെങ്കിൽ B എത്ര ആയിരിക്കും? 8 ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്. ഒറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ ഇതായിരിക്കണം നിങ്ങൾ ഫോക്കസ് ലെവൽ ബാച്ച് ആയാലും ബിഗിനർ ആയാലും അല്ലെങ്കിൽ ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മതി. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത് മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതുപോലെ ചെയ്യണം. ആവറേജ് ഓഫ് 3 numbers 48 ആണ്. 3 is added to a smaller number. Then the ratio between them is 11:20. Find the larger. So average of 2 numbers 48 ആണ്. ഈ 3 is added to a smaller number. ഇപ്പൊ എത്രയായി? 48 ആയിരുന്നു ആവറേജ്. അവരുടെ സം എത്ര? സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. ആവറേജ് ഇൻറ്റു നമ്പർ ആണ് നമ്മുടെ സം എന്ന് പറയുന്നത്. ഇവിടെ ആവറേജ് 48 ആണ്. 48 96 ആണ് സം. അതിൻ്റെ കൂടെ 3 കൂട്ടി 99. 99 ആണ് ആ റേഷ്യോനെയാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. 99 20 11 31. 31ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 99. അങ്ങനെയാണ് ലാർജർ നമ്പർ. ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ 11. 31ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. റേഷ്യോ 31 അല്ല, 31ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 99. അങ്ങനെയാണെങ്കിൽ 11ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 40 പോയിന്റ് സംതിങ് അല്ല, 4 31. 4 എന്ന് പറയുമ്പോൾ 124. സ്മോൾ നമ്പർ. യെസ്, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. 3 is added to smaller number എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ സം അവിടെ 99 ആവും. അതിന്റെ റേഷ്യോ ബിറ്റ്വീൻ തമ്മിൽ 11:20. ലാർജർ നമ്പർ ടോട്ടൽ സം ആണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടണമെന്നില്ല. നോക്കട്ടെ. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 2 നമ്പറിനെ ഒരേ ഇതിലെടുക്കാം. അപ്പൊ ടോട്ടൽ എക്സും വൈയും ആണെങ്കിൽ x + y = 96 ആണ്. ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റേത് 96 - x ആണ്. 96 - x ആണ്. ഒന്ന് 96 ആണെങ്കിൽ രണ്ടിനെ ഒന്നിലോട്ട് എത്തിച്ചു. ഒരു നമ്പർ എക്സ് ആണെങ്കിൽ മറ്റേത് 96 - x ആണ്. ഇവിടെ 3 ആഡ് ചെയ്യുന്നു സ്മോളർ നമ്പറിനോട്. എക്സ് വലിയ നമ്പറാണ് വെച്ചോ. അപ്പൊ x/96 - x കൂടെ ആഡ് ചെയ്യുമ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ദം വലുതാണോ ചെറുതാണോ? 11/20 ആണോ? വലുതാണോ ചെറുതാണെന്നുള്ള ആ ഒരു കാര്യം പ്രശ്നമില്ല. അപ്പൊ ചെറുത് നമ്മൾ നേരത്തെ തിരിച്ചാണ്. വലിയ നമ്പർ ഇതല്ലേ, 20 അല്ലേ വലുത്. നമുക്ക് 99 അങ്ങനെ ചെയ്യാം. 99ന്റെ വാല്യൂ ആണ് 31ന്റെ വാല്യൂ 99 ആണ്. നമുക്ക് 20ന്റെ വാല്യൂ 20 ഇത് കറക്റ്റ് ആയിട്ട് ഇത്രയും ചെയ്യാം. വലിയ നമ്പർ അതല്ലേ, വലിയ നമ്പർ 20 അല്ലേ. അങ്ങനെ ആ ഓർഡറിലാണ് വെച്ചിട്ട് സ്മോളറും ലാർജറും. വലുത് 20 ആണ്. 20യും 11 തമ്മിൽ നല്ല വ്യത്യാസം. 3 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്താലും ഇവിടെ ഓപ്ഷൻ അതെല്ലാം ഡിഫറെന്റ് ആണ്. 31ന്റെ വാല്യൂ 99 ആണെങ്കിൽ 20ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. 31/99 ഏകദേശം 3 പോയിന്റ് സംതിങ്. 3 31 3 93 93 6/33 ഒരു 3.60/33 3.1 സംതിങ്. 20 × 3 60. 60നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും ആൻസർ. 70 ഒന്നും പോകത്തില്ല. 60നേക്കാളും കുറച്ച് കൂടുതൽ ഓപ്ഷൻ ഉണ്ട്. സി 63.7 നമുക്ക് ആൻസർ കിട്ടും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നേരത്തെ ഞാൻ ചെയ്തപ്പോൾ പ്രശ്നം പറഞ്ഞാൽ എന്താ, ടോട്ടൽ സമ്മ് 96 ഉണ്ട്. അതിനോട് 3 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സം എത്രയായി? 99 ആണ്. ടോട്ടൽ 31 ആക്കുന്നത്. ലാർജ് നമ്പർ ഇതാണ്. ഞാൻ 20 അത് ശ്രദ്ധിച്ചാൽ കേട്ടോ. 20ന്റെ വാല്യൂ ആണ്. മറ്റുള്ള 63.7. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ 25 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. 25 ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 16 ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കി 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നു. ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഫോക്കസ് ബാച്ച് ഫോളോ ചെയ്യുക. വേറെ ഒന്നും ആലോചിക്കേണ്ട. അത് കംപ്ലീറ്റ് ആക്കുന്നു. വരുന്ന ടാർഗറ്റുകൾ കംപ്ലീറ്റ് ആക്കി പോവുക. ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം പഠിക്കുക. നന്നായിട്ട് ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുക. മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതി മാർക്ക് വാങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.